എല്ലാവർക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരു അവസാനത്തെ എന്താ പറയാ, ഒരു വണ്ടർ ഗോൾ ഇല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റിന്റെ മൂഡ് ഇന്ന് വേറെ ആവുമായിരുന്നു. പക്ഷെ എങ്ങനെയോ ജയിച്ച് രക്ഷപ്പെട്ട് ഊരിപ്പോന്നു. എന്താ പറയുക, ഗെറ്റ് ഔട്ട് ഓഫ് ജയിൽ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഒരുപാട് മാച്ചസ് ആയി. ചെൽസിന്റെ കൂടെ ആയി, ഐ തിങ്ക് ബ്രെൻഫോർഡ് സണ്ടർലൻഡിന്റെ കൂടെ ആയി. ലാസ്റ്റ് മിനിറ്റിൽ കൺസീഡ് ചെയ്യുന്ന ഒരു പരിപാടി. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും. ബട്ട് അഗെയിൻ ഐ തിങ്ക് ലിവർപൂൾ ഫാൻസിന്റെ മനസ്സിൽ റിസൾട്ടിനെക്കാട്ടും പെർഫോമൻസിനെ കുറിച്ചായിരിക്കും കൺസേൺ. യെറ്റ് അനദർ ലാക്ക് ക്ലസ്റ്റർ ബോറിംഗ് ഫുട്ബോൾ. ഇത്തവണ ഇക്കിറ്റിക്ക് ഇല്ലായിരുന്നു. ഗാക്പോ ആണ് സെന്റർ ഫോർവേഡ് കളിച്ചത്. വേർഡ്സ് ഗോൾ അടിച്ചു ഇൻ എ സ്റ്റോറി ഓഫ് 2 വാർ ഡിസിഷൻസ്. ഓവറോൾ ലിവർപൂൾ എന്ന ക്ലബിന്റെ റിസൾട്ട് സിറ്റുവേഷൻ ടോപ്പ് 4 ഇരിക്കുന്നിടത്തോളം കാലം we can't dismiss the season as a disaster. പക്ഷേ ഇങ്ങനല്ല കളിക്കേണ്ടത്. അതാണ് ഞാനതാ ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒരു വാക്ക് തപ്പി ആലോചിക്കുകയായിരുന്നു. അതായത് there is a disappointment. അതായത് എന്താ പറയാ, ഒരു ഒരു നെഗറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും there is a sense of uneasiness. അത് സ്ലോട്ടിന്റെ മുഖത്താണെങ്കിലും ഫാൻസിന്റെ മുഖത്താണെങ്കിലും ഈവൻ പ്ലേയേഴ്സിന്റെ പ്രസ് കോൺഫറൻസിൽ അല്ലെങ്കിൽ പ്രസ് മീറ്റിംഗ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കേർട്ടിസ് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും വാൻഡൈക്ക് ആണെങ്കിലും it's not that they're not trying, but it's not that it's working. Somebody has to be held responsible, so obviously the buck stops with the manager. 3 points clear top 4 ആണ്, thanks to United drawing again and losing a manager. Chelsea drawing again after losing a manager. Spurs drawing again, who could lose a manager. Crystal Palace losing. ബോൺമത്ത് ലൂസിങ്. അങ്ങനെ ടോപ്പ് 4 റൈവലായി കണ്ടവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റും ഡ്രോ ആയും കളിക്കുന്നത് കൊണ്ട് വി ക്യാൻ സേ ടോപ്പ് 4 ഇസ് ഗോയിങ്. ടോപ്പ് 4 we have been able to keep 3 points lead. മാച്ച് ഡിസ്കഷനിലേക്ക് പോവാണെങ്കിൽ എക്കിറ്റിക്ക് ഇല്ല, ഗാക്പോ number 9. I'll pass it on to Obin to just do a small bit on how the game went, then we'll talk about the bigger issues. ഇപ്പൊ എവിടുന്ന് തുടങ്ങുക? ഓക്കെ, അതായത് കളിച്ചിട്ടിട്ട് ഓബിന് സൗണ്ട് ഇല്ല, അപ്പോ പ്ലീസ് ആൾക്കാർ അത് കാര്യമാക്കി പറയും. സോ കഴിഞ്ഞ ലിവർപൂൾ കളി വെച്ച് നോക്കുമ്പോ ഭേദം. അതിന്റെ അപ്പുറം ഒന്നുമില്ല ഈ കളിനെ കുറിച്ച് പറയാന്. ഒരു ഐഡിയ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നൊരു പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഇല്ല. ആൻഡ് ഇത് കളിക്കുന്നവർക്കും ഞങ്ങള് 11 പേരാണ് ഇപ്പൊ ഫിറ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളൊരു ടീമാവുന്നു. നമ്മള് എന്താ പറയാ, ഈ നാട്ടുപത്തൊക്കെ കളിക്കാറില്ലേ, കുറച്ച് ആൾക്കാർ വെക്കുന്നു, നീ നമ്മുടെ ടീമിൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് തീരുമാനിക്കുന്നു, ഓക്കെ ഇന്ന് നീ സ്ട്രൈക്കർ, ഇന്ന് നീ അവിടെ കളിക്കുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു നമുക്ക്. കാരണം ഗാക്പോ സെന്റർ ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 വർഷത്തിന് ശേഷമാണ്. ഫ്രിംപോങ് നമുക്ക് വന്നു, ഹീസ് എ റൈറ്റ് ബാക്ക് ടെക്നിക്കലി. പക്ഷെ റൈറ്റ് ബാക്കിൽ നമുക്ക് ഓൾറെഡി തൽക്കാലം പേരിനെങ്കിലും ഒരു പ്ലെയർ ഉണ്ട്. ഇല്ലാത്തത് എവിടെയാണ്? മുന്നിൽ. എന്നാ നീ മുന്നിൽ കളിക്കേ. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ ഒരു അവസ്ഥ റിസൾട്ടിലും കാണാനുണ്ട്. പിന്നെ ആദ്യമേ കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം
അതും അങ്ങനെ മൊത്തത്തിലൊരു ചടപ്പാണ് കളി കാണാന്. ഒരു എന്താ പറയാ, യൂഷ്വലി നമുക്ക് ലിവർപൂൾ കളിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. വിൻ ഓർ ലൂസ് കളി കാണാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. മിക്കവാറും നമ്മള് 4 ഗോൾ വാങ്ങുമായിരിക്കും, എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും കാണാന്. അതില്ല, ഇത് പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാണ്ടിരിക്കുക, ഗോൾ വാങ്ങാണ്ടിരിക്കുക, എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആലോചിക്കുക. ദിസ് ഇസ് ദ കറന്റ് പ്ലാൻ. ഇപ്പോഴും പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഹാരി വിൽസണിന് ഒരു ചാൻസ് കിട്ടി, ഗോൾ അടിച്ചു. അതായത് ഞാൻ സുദീപ് കേർട്ടിസിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ I was actually reading what Curtis was saying today. അതായത് നമ്പർ 8 ഇപ്പൊ കളിക്കുന്നത് വേർഡ്സ് ആണ്, അല്ല സോറി, കേർട്ടിസ് ഇപ്പൊ 8 ആ കളിക്കുന്നതെന്ന് പറയുന്നു. His exact statement was that he has played as a winger, he has played as a deep lying 6, he has played at number 8, he has played at number 10, he has played right back. എന്നിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് എവിടെ കളിച്ചാലും കുഴപ്പമില്ല, ടീമിന് നല്ലത് വരുന്ന രീതിയിൽ കളിക്കണം എന്ന് ആണ് പുള്ളി പറയുന്നത്. ഫെയർ എനഫ്, ലിവർപൂൾ ബോൺ ബോയ്. സെയിം ടൈം മെക്കാലിസ്റ്റർ പറഞ്ഞു, ഞാൻ മെക്കാലിസ്റ്റർ പ്ലസ് പ്ലേഡ് നമ്പർ 10, നമ്പർ 8 and number 6. Szoboszlai has played everywhere. അതിനൊരു പൊസിഷൻ ഇല്ലെങ്കിൽ കൂടെ he has played in every position. അതെ. Gravenberch has played number 8 and number 6. Chiesa has played right midfielder, number 9. Kalchapo left. Gakpo has played right, left, center now. Wirtz has played right midfielder, he has played number 10, he has played left number 10, he has played winger also, left winger allu കളിച്ചിട്ടുണ്ട്. എക്കിറ്റിക്ക് ലെഫ്റ്റിലും കളിച്ചിട്ടുണ്ട്. സോ ഒരു പ്ലെയറിനും ഇതുവരെ ഒരു ടീമിൽ ഒരു ഫസ്റ്റ് 11 ഒരു പൊസിഷൻ നെയിൽ ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഓഫ് ഇഞ്ചുറീസ് ഓർ ദ മാനേജർ ട്രൈങ് ടു ഫൈൻഡ് എ സിസ്റ്റം. സോ how are we going to get any kind of passing patterns or stability with the system, or this process of changing? ഇല്ലാത്തതിന്റെ കംപ്ലീറ്റ് സാധനം കാണാനുണ്ട് ആക്ച്വലി റൈറ്റ് നൗ. കാരണം ആർക്കാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ളത് ഇപ്പൊ മെക്കാലിസ്റ്ററിന്റെ അതിൽ തന്നെ പറയുന്നത്, വി ഹാഡ് ടു മെനി പ്ലേയേഴ്സ് ലീവിംഗ്, ടു മെനി പ്ലേയേഴ്സ് ജോയിനിങ്. നല്ല പ്ലേയേഴ്സ് ആണ് വന്നത്, ബട്ട് തിങ് ഈസ് നോബഡി നോസ് വാട്ട് എവരിബഡി ഡൂയിങ്. ആ ഒരു സാധനമുണ്ട്. മെക്കാലിസ്റ്റർ തന്നെ ബ്രൈറ്റണിലും ഡബിൾ പിവറ്റിൽ കളിച്ചു, മിഡ്ഫീൽഡോ നമ്മളേലും ഏകദേശം 6 റോളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് കഴിഞ്ഞ ഒരു 3-4 കളിയായിട്ട് നമ്പർ 10 കളിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി അൺഫെമിലിയർ ടെറിട്ടറി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു 4 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഒരു റോളിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതും ഫോഴ്സ്ഡ് ചേഞ്ച് ആണ്. ഈ ട്രെയിനിങ് സെഷനിൽ നടത്തിയിട്ട് വന്ന ചേഞ്ചുകളല്ലല്ലോ. അവിടെ ഒരാളില്ല, അതുകൊണ്ട് നീ അവിടെ കളിക്കൂ. ആ സാധനത്തിൽ വരുമ്പം ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. എല്ലാവരും കൂടി എങ്ങനെ കളിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതെ, അത് തന്നെയാണ്. ഇപ്പൊ ഗ്രേവിയുടെ പൊസിഷൻ പറഞ്ഞപ്പോ സെന്റർ ബാക്കും കളിച്ചു കുറച്ചു നേരമാണെങ്കിലും ഒരു കളിയില്ല. അപ്പോ അവിടെയും കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പ്രീ സീസണിൽ എല്ലാവരെയും കിട്ടിയില്ല എന്നുള്ളതൊന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അതായത് പൊസിഷനിൽ കളിക്കാൻ പറ്റിയില്ല. ആദ്യം വേറൊരു സിസ്റ്റമാണ് ട്രൈ ചെയ്തത്. അതില് കെർക്കസ് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് വിങ് ബാക്ക് പോലത്തെ അങ്ങനെ പോലെ ആയിരുന്നില്ല, ഫോർവേഡ് ആയിരുന്നില്ല, ഒരു 3 at the back പോലെയുള്ള അതില് കളിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലേയേഴ്സിന് പല പൊസിഷനിൽ കളിക്കേണ്ട ആവശ്യം അതാത് സമയത്ത് വരേണ്ടി വന്നിട്ടുണ്ട്. അതവരെ ബാധിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അപ്പൊ കേർട്ടിസ് പറഞ്ഞ പോലെ കേർട്ടിസിന്റെ മെന്റാലിറ്റി ആയിരുന്നില്ല മെക്കാലിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഹീസ് കൈൻഡ് ഓഫ് ഫെഡ് അപ്പ് എന്നുള്ള രീതിയിലാണ് മെക്കാലിസ്റ്ററിന്റെ ആ കമന്റ് വന്നത്. ആൾക്ക് ഞാനിതൊന്നും ഇനി നോക്കണില്ല, ഞാൻ അങ്ങനെയാണ് എങ്ങനെയോ എന്റെ രീതിയിൽ എങ്ങനെയോ കളിക്കണം, അങ്ങനെയാണ് കളിക്കാൻ പോവുക എന്നുള്ള രീതിയിലാണ് മെക്കാലിസ്റ്റർ. ആ മെന്റാലിറ്റി നമുക്ക് മെക്കാലിസ്റ്ററിന്റെ കളിയിലും കാണാൻ പറ്റുന്നുണ്ട്. മെക്കാലിസ്റ്ററിനെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്, എല്ലാ മാച്ചുകളിലും നമ്മൾ പറയുന്നുണ്ട് ആ പഴയ മെക്കാലിസ്റ്ററിനെ കാണാനില്ല, മെക്കാലിസ്റ്റർ കഴിഞ്ഞ സീസണിലെ മെക്കാലിസ്റ്റർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രധാന കാരണം ഇത് ആൾക്കൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. ഈ ഒരു പുള്ളി കളിക്കുന്ന പൊസിഷനിലായാലും പെട്ടെന്ന് മാറി കളിക്കേണ്ടി വരുമ്പോഴും ആ ഒരു കമ്മിറ്റ്മെന്റിനെ അത് ബാധിച്ചിട്ടുണ്ട്.
അപ്പൊ അത് മെക്കലിസ്റ്ററിന്റെ വായന്ന് പുറത്തു വന്നു. ബാക്കി പ്ലേയേഴ്സിന്റെ എല്ലാവരുടെയും അത് വന്നിട്ടില്ല. എങ്ങനെയാണെന്നറിയില്ല. ചിലപ്പോൾ അവർ ഉള്ളിൽ അത് വെച്ചിട്ട് കളിക്കുകയാണോ എന്നറിയില്ല. ഇപ്പൊ വാൻഡേക്ക് ആയാലും അങ്ങനെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വേറെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ കേർട്ടിസ് നേരെ തിരിച്ചാ പറഞ്ഞു. കേർട്ടിസ് ഏത് പൊസിഷനിലായാലും ആ പാഷൻ, ക്ലബിനോടുള്ള പാഷൻ, സ്കൗസർ ആണ്, അത് കാരണം കളിക്കുമെന്നുള്ളത് കേർട്ടിസ് പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള പ്ലേയേഴ്സ് അതാവില്ല അവസ്ഥ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മുടെ മാച്ച് കളിയുടെ ഒരു പാറ്റേണിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരേ പാറ്റേൺ വരുന്നു, അതിനൊരു പ്രോഗ്രസ് ഉണ്ടാവാത്തൊക്കെ അതുകൊണ്ടായിരിക്കാം. അത് പക്ഷെ പതുക്കെ പതുക്കെ ഇപ്പൊ ഒരു അവിടെയാണ് ശരിക്കും നമ്മുടെ ചോദ്യം അല്ലെ. അതായത് ഹൂ ഇസ് ടു ബി ബ്ലെയിംഡ് എന്ന ക്വസ്റ്റ്യനില് ഞാനിത് കാണുന്നത്, ഐ തിങ്ക് സ്ലോട്ട് ഇസ് നോട്ട് ഇൻ സിങ്ക് വിത്ത് ഹ്യൂസ് ആൻഡ് എഡ്വേർഡ്സ്. അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാൻ കാരണം. അതായത് ഇപ്പം നമ്മുടെ ടീമിന്റെ ഫോർമേഷൻ വെച്ചിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഗ്രാവൻബർച്ച്, മെക്കാലിസ്റ്റർ, സൊബോസ്ലൈ മിഡ്ഫീൽഡ് കളിപ്പിച്ചിട്ട് he can easily play Ekitike, Gakpo and Chiesa. ഇത്രയും മാറ്റേണ്ട കാര്യമില്ല. ഒരു 4-3-3 പിടിച്ച് കളിക്കാൻ പറ്റും. അത് പറ്റില്ല. അതിന്റെ പ്രശ്നം കഴിഞ്ഞ സീസണില്, സെക്കൻഡ് ഹാഫ് സീസണില് പ്രശ്നങ്ങൾ പറ്റിയല്ലോ. അത് പറഞ്ഞല്ലോ സ്ലോട്ട്. കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് ഭാഗത്ത് ഈ സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായി. അത് കാരണം ആ സിസ്റ്റം കളിക്കാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ തീരുമാനിച്ചു. ഇനിയിപ്പോ ആ സിസ്റ്റം ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ, സ്വന്തം പ്ലേയേഴ്സിന് അടക്കം. അതെ, അത് പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരികയാണ് വേണ്ടത്. 4-3-3 കളിച്ചാലും 4-4-2 ഡയമണ്ട് കളിച്ചാലും ഒരു സ്ഥിരമായ പൊസിഷൻ ഒരു പ്ലെയർക്ക് കൊടുത്ത് കളിക്കാലോ. അതായത് യു ഡോണ്ട് ഹാവ് ടു പ്ലേ എവറി പ്ലെയർ ഔട്ട് ഓഫ് പൊസിഷൻ. അതാണ് ശരിക്കും ഇപ്പൊ കളിക്കുന്നത്. എവറി പ്ലെയർ ഇസ് ഔട്ട് ഓഫ് പൊസിഷൻ. ഇപ്പം ഗാക്പോ വൈഡ് കളിക്കുന്നു, കിയേസ ഫോർവേഡ് കളിക്കുന്നു, വൈഡ് കളിക്കുന്നു. അങ്ങനെ ഒരു പ്ലെയറിനെ നമുക്ക് ഇപ്പം ഗ്രാവൻബർച്ച് ആണ് നമ്പർ 6 എങ്കിൽ ഗ്രാവൻബർച്ച് നമ്പർ 6 കളിക്കട്ടെ. ലെറ്റ് സൊബോസ്ലൈ ആൻഡ് വേർഡ്സ് ആൻഡ് ഹൂവർ പ്ലേ നമ്പർ 8. അതിനൊരു ഒരേ പാറ്റേണിൽ ഒരു പ്ലെയറിന്, ഐ തിങ്ക് ക്ലോപ്പിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതായിരുന്നു. ക്ലോപ്പിന്റെ ടെംപ്ലേറ്റ് കോച്ചാണ് ക്ലോപ്പ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, there is no plan A, plan B, or there is a proper plan A. അതായത് when Firmino കേറുമ്പോ Jota will slot into a false 9. Salah കേറുമ്പോ someone else will play Salah's role. അവിടെ റോളുകൾ ഇങ്ങനെ മാറുന്നില്ല. സല ഈ ആഴ്ച സെന്റർ ഫോർവേഡ്, അടുത്ത ആഴ്ച ലെഫ്റ്റ്. ഇറ്റ്സ് എ വെരി ഫണി തിങ്. ലാസ്റ്റ് സീസൺ ഇറ്റ് വാസ് റിഫ്രഷിംഗ് ഫോർ us when Slot did this. അതായത് പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾസ് മാറി കളിക്കുമ്പോൾ. പക്ഷെ ഇത്തവണ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ടൈമില്, ലൈക് ഈവൻ in 9 years or 8 years when Klopp was here, we knew what Klopp's number 8 would do. ഇപ്പം ആ ഐഡിയ ഇല്ലല്ലോ. ഇപ്പം നാളെ ഞാൻ സുദീപ് പറഞ്ഞ പോയിന്റോടാ പറയുന്നത്. നാളെ നമ്മള് കഴിഞ്ഞ മാച്ചിലെ അതേ ഫോർമേഷനും അതേ ടീമും കളിച്ചാൽ കൂടെ റോള് മാറിണ്ടാവും. അതായത് നമ്മൾ നോക്കുമ്പോ ഉണ്ടാവും മെക്കാലിസ്റ്റർ ആണ് 10 കളിക്കുന്നത്, ഗ്രാവൻബർച്ച് സിറ്റിംഗ് ഡീപ്പ് ആയിരിക്കും, സൊബോസ്ലൈ കയറുകയുണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ എക്കിറ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം ഗാക്പോ സെന്റർ കളിച്ചാലും എക്കിറ്റിക്ക് ചിലപ്പം വൈഡ് പോകും. സോ വി ഡോണ്ട് ഈവൻ നമുക്ക് തന്നെ ഇത്രയും കൺഫ്യൂഷൻ വരുമ്പോൾ എവറി 3 days ഗെയിം ഉള്ളപ്പോൾ ഹൗ ക്യാൻ പ്ലേയേഴ്സ് അഡാപ്റ്റ് ദിസ് ഫാസ്റ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അത് ഡിഫെൻസീവ്ലി ആയിക്കോട്ടെ ഒഫെൻസീവ്ലി ആയിക്കോട്ടെ. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിലെ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ കളിച്ചപ്പോ ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പ്ലേയേഴ്സിന്റെ പൊസിഷനിലെ പ്രശ്നം വരുന്നില്ല, അത് കറക്റ്റാണ്. പക്ഷെ റിസൾട്ട്സിൽ അത് എഫക്ട് ചെയ്തു. റിസൾട്ട്സ് നമുക്ക് ഒരുപാട് മോശം റിസൾട്ട്സ് ഉണ്ടായി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി സീസൺ. ഇപ്പൊ ഇത്തിരി ഒരു കളി തോക്കുന്നില്ല, അങ്ങനെ വന്നല്ലോ. നമുക്ക് ആദ്യം നമ്മൾ തോറ്റു, ആദ്യം കുറച്ച് കളി ജയിച്ചു, പിന്നെ കണ്ടിന്യൂസ് തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ തോക്കുന്നില്ല. 9 കളിയായിട്ട് ഇപ്പോ തോറ്റിട്ടില്ല. അപ്പൊ ഒരു ചെറിയ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. ഇതൊരു ബേസ് ആണ്. അപ്പൊ പ്ലേയേഴ്സിന് പതുക്കെ ഇവര് കളിക്കുന്ന പൊസിഷൻ പതുക്കെ മനസ്സിലായി തുടങ്ങും. ഇപ്പോ മെക്കലിസ്റ്ററിന്റെ മെന്റാലിറ്റി ആവണമെന്നില്ല ബാക്കിയുള്ളവരുടെ. എല്ലാവരും ആ ഇതനുസരിച്ച് കളിക്കാൻ ട്രൈ ചെയ്യും. അങ്ങനെ പതുക്കെ കളിച്ച് ആ പൊസിഷനും ആ പൊസിഷനിൽ ബാക്കിയുള്ളവർ കളിക്കുന്ന ആ മൂവ്മെന്റും ഒക്കെ മനസ്സിലാക്കി വരുമ്പോ പതുക്കെ ഇത് ശരിയായി
അങ്ങനെയാണ് സോൾവ് ചെയ്ത് വരിക. അല്ലാതെ നമ്മളെ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാണ്ട് തിരിച്ച് അതിലേക്ക് അങ്ങനെ ഒരു കോച്ച് ചെയ്യില്ല. ആളെപ്പോഴും ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് മാച്ചുകളിൽ പതുക്കെ അതിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് വർക്ക്ഔട്ട് ആവുന്നതിന്റെ. എന്റെ പേഴ്സണലി അതാണ് ഫീൽ ചെയ്യണത്. ബാക്കിയുള്ള പലർക്കും അത് ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കങ്ങനെ ഫീൽ ആക്ച്വലി ഓബിനോടാണ്. അതായത് സ്ലോട്ടിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ പൊസിഷൻ മാറ്റി സ്റ്റെബിലിറ്റി ഇല്ല. ആൻഡ് ഈസ് ട്രൈങ് എ ന്യൂ തിങ് എവറി ഗെയിം ആൻഡ് ഇൻ ഗെയിം ഓൾസോ. ഗെയിമിന്റെ ഉള്ളിൽ തന്നെ പുള്ളി അത് മാറ്റുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം ശരിക്കും I've always defended FSG and Edwards and Hughes and whenever the decisions that they've made, whether it be ഹെൻഡർസന് കോൺട്രാക്ട് കൊടുത്ത കാര്യത്തിൽ I was against that 30+ ആണ് കൊടുക്കണ്ട. ഇപ്പൊ സല വാൻഡൈക്കിന്റെ കാര്യത്തിൽ I was very skeptical about giving a new contract. അവിടെയാണ് എനിക്ക് ഈ എഡ്വേർഡ്സിനും ഹ്യൂസും സമ്മറിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു റിവിഷൻ വേണ്ടി വരുന്നത്. കാരണം എന്റെ ഒരു പോയിന്റ്, സ്ലോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫാൻസ്, fair enough. I mean, if the club is playing like this, there will be fans who will be asking the manager to leave. പക്ഷെ ലീവ് ചെയ്ത് കഴിഞ്ഞാലും പുതിയൊരു മാനേജറെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്ലോട്ട് പോകാൻ ഇടയായ സാഹചര്യം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയല്ലേ. ഇന്നിപ്പോ എമോറിം സാക്ക് ചെയ്തു, വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ബട്ട് എമോറിനെ സാക്ക് ചെയ്യുമ്പോഴും അതിന് മുമ്പ് വന്ന മാനേജർ അതായത് റൂട്ട് വാൻ നിസ്റ്റൽറോയ് ആണെങ്കിലും, അതിന് മുമ്പ് നമ്മുടെ ടെൻഹാഗ് ആണെങ്കിലും, അതിന് മുമ്പ് വന്ന ഹൂവർ they were in charge, അവരുടെ മിസ്റ്റേക്സ് കാരണമാണ് മാനേജർ പോയത്. ഇപ്പൊ എമോറിമിന് ഒരിക്കലും ഒരു മിഡ്ഫീൽഡറെ മേടിച്ചു കൊടുത്തിട്ടില്ല. എമോറിമിന് വേണ്ട പ്ലേയേഴ്സിനെ അല്ല എമോറിം wanted Watkins, they gave Sesko. So and the question is that we sold Diaz, Nunes, Trent, we lost Jota. So 4 players we lost. We bought Isak, Ekitike, Words, Kerkez, Simicas പോയതുകൊണ്ട് Kerkez. So Frimpong വന്നു. Okay, what I'm saying is ഈ ഒരു റോൾ ഈ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ there is a clear idea that we don't have wingers. അതായത് സലയും ഡിയാസ് പോയതോട് സല മാത്രമായി. ഗാക്പോ is not a natural winger, but okay, first 2 wingers we have 2 CBs. Leone injury ആയി. We wanted to sign Gehi till the last hour of the transfer window. ജനുവരി 5-ാം തീയതി 6-ാം തീയതി ആയി, ഇതുവരെ CB സൈൻ ചെയ്യുന്ന പൊടി പോലും കേൾക്കുന്നില്ല. സോ സ്ക്വാഡ് ഇത്രയും തിന്നായി വെച്ചത് സ്ലോട്ടിന് ഒരു പാരയായിട്ടോ അല്ലെങ്കിൽ ശരിക്കും ഒരു ടഫ് സ്പോട്ടിലാക്കിയിട്ടില്ലേ? സോ ട്രാൻസ്ഫർ വൈസ് എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അഗൈൻ 2 CB എന്ന് പറയുന്നത് 2 CBയിൽ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. കാരണം നമ്മൾ ഗേഹിനെ സൈൻ ചെയ്യും എന്ന് പറയുമ്പോഴും we wanted a CB എന്നുള്ള ഇൻട്രസ്റ്റഡ് ഉണ്ട്. ബട്ട് ദെൻ at the same time we wanted Gomez to go out as well. Joe Gomez was supposed to go to AC Milan. Right. Gehi വന്നാ ഗോമസ് പോകും. അപ്പൊ ഇവൻച്വലി നമുക്ക് 4 CB തന്നെ പ്ലാൻ. ലിയോണി is the 4th CB. ഗേഹി ഉണ്ട്. ഗേഹി വന്നില്ല, അതുകൊണ്ട് ഗോമസ് നിൽക്കുന്നുണ്ട്. We still have 4 CB. ലിയോണിന്റെ ഇഞ്ചുറി ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Nobody can plan that as well. നമ്മളെ സംബന്ധിച്ചോളം we won't sign. ഫ്ലോപ്പിന്റെ കാലത്ത് പോലും ഈ CB എല്ലാ CB ഒരുമിച്ച് പുറത്തു പോയ കാലം ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ അവസാനം സൈൻ ചെയ്തത് കബാക്കിനെയും ബെൻ ഡേവിസിനെയാണ്. ദാറ്റ് ടു ഓൺ ലോൺ. കബാക്കിന്റെ ലോണിലാണ്, ബെൻ ഡേവിസ് വന്നും പോയതിൽ ഒരുമിച്ചാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഇപ്പം സൈൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. വി പ്രോബബ്ലി വിൽ സേ ഗേഹി സമ്മറിലല്ലേ നീ വരാൻ ഉദ്ദേശിക്കുന്നത്, സമ്മറിൽ വന്നോ, ലിയോണി തിരിച്ചു വരും. അതിപ്പോ ഓൾറെഡി അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഒഫീഷ്യലി നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ആൻ അഗ്രിമെന്റ് ദാറ്റ് വേ പ്രോബ്ലി ഗേഹി വിൽ സൈൻ. അല്ലാതെ കഴിഞ്ഞ കൊല്ലം തന്നെ അവനെ അവിടെ നിന്ന് ഇറങ്ങി വരാത്തല്ലോ. വാൻഡൈക്ക് ഡിഡ് ദാറ്റ് റൈറ്റ്. നമ്മൾ ബിഡ് ചെയ്ത് അവിടുത്തെ പിന്നെ വാൻഡൈക്ക് സൗത്ത് ആംപ്ടണിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അത്രയും ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ ക്യാപ്റ്റനാണ്, ഞാനിവിടെ നിന്നോളാം, പള്ളി പോകുന്ന മനുഷ്യനല്ലേ, അതൊക്കെ ലൈനപ്പിലേ നിൽക്കൂ. മിക്കവാറും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ അടുത്ത വർഷം വരാം,
ഇപ്പൊ വരുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നില്ല വേറെ ആരെയും. കാരണം ഇവനാണ് നമ്മളെ നെക്സ്റ്റ് ഇൻ ലൈൻ നെക്സ്റ്റ് സെന്റർ ബാക്ക് എന്നുള്ളത്. സോ പിന്നെ ഇൻ ടേംസ് ഓഫ് വിങ്ങേഴ്സ്, 2 സ്ട്രൈക്കറെ സൈൻ ചെയ്തതോടെ ഐ ഡോണ്ട് തിങ്ക് വി വാണ്ട് ടു പ്ലേ വിത്ത് എ വിങ്ങർ. ഇത് ഓൾറെഡി കാരണം നമ്മൾ സൈൻ ചെയ്ത 2 ഫുൾ ബാക്സ് 2 പേർക്കും ദേ വാണ്ട് ടു ബി ദ അറ്റാക്കിംഗ് വേർഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിങ്ങേഴ്സിന് ബൈ ഡിഫോൾട്ട് അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് ടു കട്ട് ഇൻ. 2 സ്ട്രൈക്കറും 2 അറ്റാക്കിംഗ് വിങ് ബാക്സും ഉണ്ടെങ്കിൽ വൈ ഡു യു നീഡ് എ വിങ്ങർ? ആ ഒരു സാധനമായി കാണാം. അല്ലാതെ ദർ ഇസ് നോ പോയിന്റ് ഇൻ സെല്ലിംഗ് ഡിയാസ് with only Salah being your out and out winger in the team. And Salah, it's not a future, right? Maximum of 2 years. അതാണ് Salah നിൽക്കുന്നത്. അപ്പം ആ 2 വർഷം കൊണ്ട് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദിസ് ഇസ് നോട്ട് അവർ ഫ്യൂച്ചർ. ഈ വൈഡ് ഡെപ്ത് വേണം എന്നുള്ളത്, വിങ്ങറിന് ഒരു ഡെപ്ത് വേണം എന്നുള്ളതല്ല നമ്മുടെ ഫ്യൂച്ചർ, അറ്റ്ലീസ്റ്റ് സ്ലോട്ട്സ് പ്ലാൻ. സോ ദാറ്റ് ഇപ്പം ഹൈൻസൈറ്റിൽ നോക്കുമ്പോൾ ഓക്കെ, വി കുഡ് ഹാവ് ബോട്ട് അനദർ വിങ്ങർ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ആ ഒരു ഇത് തോന്നുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദ പ്ലാൻ വാസ് ദാറ്റ്. കാരണം വൈ പേ എക്വിറ്റിക്ക് ദാറ്റ് എമൗണ്ട് ഓഫ് മണി? സമയം വിങ്ങർ വാങ്ങായിരുന്നല്ലോ. അല്ല, പക്ഷെ നമുക്ക് സ്ട്രൈക്കർ ഇല്ലല്ലോ. ജോട്ട ആൻഡ് നൂനസ് പോയില്ലേ? ഇറ്റ് ഈസ്. പക്ഷെ അവരുണ്ടാകുന്ന സമയത്തും they were never favored. അതെ, പക്ഷെ യു നീഡ് ടു പ്ലേയേഴ്സ് ഇൻ ഈച്ച് പൊസിഷൻ. അങ്ങനെ ഏത് ഫോർമേഷൻ ആണെങ്കിലും ഞാൻ അവിടെയാണ് ഈ ത്രെഡ് ബെയർ എന്ന് പറയാൻ കാരണം. അതായത് ഇസാക്ക് എക്കിറ്റിക്ക് എന്തായാലും വേണം. ഇപ്പൊ നമ്മൾക്ക് എലിയറ്റ് പോയി, ഡിയാസ് പോയി, നമ്മുടെ ജോട്ട ഇല്ല, നൂനേസ് പോയി, പിന്നെ ആരാ നമ്മുടെ ഫോർവേഡ്? 3 പോയി 2 വന്ന്. എക്സാക്ട്ലി. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഐ വിൽ ടെൽ യു. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ സക്സസിനുള്ള മെയിൻ കാരണം വേർ വി ഹാഡ് 6 ഫോർവേഡ്സ്. കിയേസ കളിച്ചില്ല, സോ 5. സോ ലാസ്റ്റ് ഗെയിം വി വർ ടെക്നിക്കലി പ്ലേയിങ് വിത്ത് ദ ഓൺലി ഫോർവേഡ് ദാറ്റ് വി ഹാഡ്, ഗാക്പോ. സോ അവിടെ ശരിക്കും സ്ക്വാഡിന്റെ ശരിക്കും പോയി ഈ ഗോൾ സ്കോറിംഗ് എന്താ പറയാ, മൊത്തമായിട്ട് ഒരു പ്ലെയറിലേക്ക് ഒതുങ്ങിയില്ലേ. സല എന്തായാലും പോകുന്ന എല്ലാവർക്കും അറിയാം. റിഗാർഡ്ലെസ് ഓഫ് സിറ്റുവേഷൻ സല ഈ ഒരു മാസം ഇല്ലെന്ന് അറിയാം. ഇപ്പൊ ഇസാക്കിന്റെ ഇഞ്ചുറി അൺഫോർച്ചുനേറ്റ്, ഇപ്പൊ എക്കിറ്റിക്ക് അൺഫോർച്ചുനേറ്റ്. സോ അങ്ങനെ പോയി സ്ക്വാഡിന് പ്ലേയേഴ്സ് ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ലാസ്റ്റ് മാച്ച് കണ്ടത്. സോ ഹൗ ഫാർ വി ക്യാൻ പുട്ട് ദാറ്റ് ബ്ലെയിം ഓൺ സ്ലോട്ട് ഇസ് മൈ പോയിന്റ്. തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കിയേസ കുഡ് ഹാവ് ബീൻ സോൾഡ് ആൻഡ് റീപ്ലേസ്ഡ്. കിയേസ എന്ന് പറയുന്നത് സ്ലോട്ടിന് വേണ്ടാത്ത ഒരു പ്ലെയർ ആണെന്നാണ് സോ ഫാർ അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കളിപ്പിക്കുന്നില്ല. എക്സാക്ട്ലി, ദാറ്റ് ഈസ് മൈ പോയിന്റ്. അതായത് സുദീപിന് ഇതിനകത്ത് വരാം. അതായത് കിയേസ സ്ലോട്ടിന് വേണ്ട, എൻഡോ സ്ലോട്ടിന് വേണ്ട. സോ 2 ഫസ്റ്റ് ടീമേഴ്സ് ആർ ടെക്നിക്കലി ഇൻ ദ സ്ക്വാഡ് ഹു ആർ നെവർ പ്ലേയിങ്. അപ്പൊ പിന്നെ അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഇസ് ദിസ് എ റിഫ്റ്റ് ഓർ എ ബാറ്റിൽ ഓഫ് ഈഗോ ബിറ്റ്വീൻ ദ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആൻഡ് ദ കോച്ച്? അല്ല, ഡെഫിനറ്റ്ലി അതല്ല കേസ്. എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒറ്റ സീസൺ കൊണ്ട്, ഒറ്റ ട്രാൻസ്ഫർ വിൻഡോ കൊണ്ട് കംപ്ലീറ്റ് ഓവറോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കിയേസ അടുത്തതിലായിരിക്കും പോവുക, അതിന് പകരം വേറെ പ്ലേയേഴ്സ് വരും. ഇപ്പൊ നമ്മളെ ലിങ്ക് ആയിട്ടുള്ള പ്ലേയേഴ്സ്, നേരത്തെ ഓബിൻ പറഞ്ഞ പോലെ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സ് അല്ല. നമ്മള് മൈക്കിൾ ഒലീസിയൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഒലീസയ്ക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പോലെ റൈറ്റ് പ്രോപ്പർ ഒരു വിങ്ങറൊന്നും അല്ല, അറ്റാക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയർ. അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ലിങ്കും വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയണത് ഈ പ്ലേയേഴ്സിനെ നമ്മൾ 2-3 ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറ്. നമ്മൾ ഒറ്റയടിക്ക് എല്ലാവരും മേടിക്കുന്ന പരിപാടി ഇല്ല. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ കറക്റ്റ് പ്ലേയേഴ്സിനെ നോക്കി നമ്മൾ സൈൻ ചെയ്യും. അപ്പോ തൽക്കാലം ഒരു രക്ഷയില്ലെങ്കിൽ കിയേസയെ കളിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കിയേസയെ നിർത്തിയത്. അത് കിയേസയുടെ വാല്യൂ പതുക്കെ അത് വെച്ച് കൂടാനും അടുത്ത സീസണിൽ സുദീപ് ഇപ്പം പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ക്ലബിന്റെ ഫിലോസഫിയിലല്ല സ്ലോട്ട് കളിപ്പിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ മെല്ലെ ഫേസ് ഔട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് സ്ലോട്ടിൽ കൂടി ഈ കിയേസനെയും എൻഡോനെയും ഒക്കെ കളിപ്പിച്ച് നമ്മൾ ഇത്രയും ഡിഫൻസീവ് ഫ്രെയിലിറ്റി വന്നപ്പോഴും വി ഹാവ് നെവർ പ്ലേഡ് എൻഡോ.
ഒരിക്കലും കളിപ്പിച്ചില്ല. ബിക്കോസ് ഞാൻ പറയുന്നത് ക്ലോപ്പിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ. എൻഡോ വാസ് എ സ്റ്റാർട്ടർ. എൻഡോ പ്ലേഡ് ഓൾമോസ്റ്റ് 30 games I think that season. If I'm not wrong, one second, let me check. So അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയറെ ഒറ്റയടിക്ക് 2 വർഷമായി ബെഞ്ചിൽ ഇരുത്തുമ്പോൾ, അതായത് കഴിഞ്ഞ സീസൺ കുഴപ്പമില്ല, എവറിത്തിങ് വെന്റ് വെൽ, ബട്ട് ഈ സീസണിൽ ഇത്രയും ഡിഫൻസീവ് ഫ്രൈലിറ്റീസും ഇത്രയും ഗ്രാവൻ ബെർച്ചിനെ ആഴ്ചയിൽ 3 മാച്ച് കളിപ്പിച്ച് നിന്നതിനെക്കാട്ടും വൈ കാൺ ഹീ പ്ലേ? അവിടെയല്ലേ ഞാൻ പറയുന്നത് ഈ കോച്ചിനും നമ്മുടെ ഈ ഓവർ ഇസ് ഹാൻഡ്ലിംഗ് ദ ട്രാൻസ്ഫേഴ്സ് യൂസിനും തമ്മിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ നമ്മുടെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടെന്ന്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഈഗോ പ്രശ്നമായിരിക്കാൻ ചാൻസ് ഇല്ല. ഇറ്റ്സ് മോർ ഓഫ് എ കൺവീനിയൻസ്. Okay, Endo has played 44 games in Klopp's last season. 44 games. പക്ഷെ അതിനും ഒരു കാര്യമുണ്ട്. Gravenberch didn't play much that season. Gravenberch's first season he was not there. Okay, but I'm saying that നമുക്ക് ഒരു സ്ക്വാഡില് ഒരു സീനിയർ പ്ലെയർ ഉള്ളപ്പോൾ why are we not playing him? അവിടെ okay, the manager doesn't favor him, okay, but then ആ ഒരു സ്പേസ് അല്ലേ അവിടെ വേസ്റ്റ് ആയി കിടക്കുന്നത്. ഒരു നമ്മളെ തന്നെ വീക്ക് ആയിക്കൊണ്ടിരിക്കല്ലേ. പക്ഷെ ഒരു പരിധി ഉണ്ട് ഒരു സീസണിൽ മാറ്റുന്നതിന്. വി സൈൻഡ് 5 new players, 6 new players ആക്ച്വലി. മാമ കൂട്ടിയിട്ട് അല്ല, 6 അല്ല 7. ഇസാക്ക്, എക്കിറ്റിക്കെ, വേർഡ്സ്, ഫ്രിംപോങ്, കെർക്കസ്, ലിയോണി ആൻഡ് മാമ came. So we had 7 new players in the team. ഇനിയിപ്പോ കിയേസ ആൻഡ് എൻഡോ പോവാണെന്നുണ്ടെങ്കിൽ that's 9 in a squad. ഒറ്റയടിക്ക് അങ്ങനെ ഒരു ക്ലബും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല, എക്സെപ്റ്റ് ഇഫ് യു ആർ നോട്ട് ചെൽസി. അതൊക്കെ എന്താ കളിപ്പിക്കാത്തതെന്ന് മാത്രമേ ചോദിച്ചു. കളിപ്പിക്കാത്തതിന് അല്ല, മാനേജർ ഡസ് നോട്ട് ഫേവർ ദം. പക്ഷെ ഒറ്റയടിക്ക് 9 എണ്ണത്തിന് വാങ്ങുന്നതിന് പകരം ഓക്കെ യൂസ് സ്റ്റേ വിത്ത് 7 നൗ. ഇത് പ്ലസ് കിയേസ പ്ലസ് എൻഡോ, യു ക്യാൻ യൂസ് ദം സ്പെയറിംഗ്ലി. നെക്സ്റ്റ് സീസൺ വിൽ മൂവ് ദം ഔട്ട്. ഈ ഒരു ഇഞ്ചുറി ഇത് ഇത്രയും nobody would have expected it, nobody thought about it. കാരണം കഴിഞ്ഞ വർഷം ചെയ്തപ്പോഴും there was Endo, there was Kiesa ഉണ്ടായിട്ടില്ല, but Endo was there and Endo was used 20 minutes 30 minutes he was used, right? ഈ സീസണിലല്ലേ Endo തീരെ കളിക്കാതല്ലേ. Endo last season he played. അതാണ് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നത്. അല്ല, എൻഡോന്റെ വേറെ കേസും ഉണ്ട്. എൻഡോ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു, ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇഞ്ചുറി ഒക്കെ വന്ന പ്ലേയേഴ്സിനെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തിരിച്ചു വന്നാൽ തന്നെ സ്ലോട്ട് കളിപ്പിക്കുള്ളൂ. യൂഷ്വലി അങ്ങനെയാണ്. അത് മെയിൻ പ്ലെയർ ആയാലും ശരി, അതങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പൊ മറ്റേ കിയേസയുടെ കേസ്, കിയേസ സ്റ്റാർട്ട് ചെയ്തില്ല ഒരു മാച്ച്. അപ്പോ അതിലേക്ക് വരും കളിക്കാൻ. വേറെ ഗതികേടില്ലെങ്കിൽ, വേറെ നിവൃത്തിയില്ലെങ്കിൽ എന്തായാലും 20 മാച്ചായി സീസണിൽ. We are deep into 30 games this season. We don't have a pattern, we don't have a stable system, we don't have a stable roles for any player. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം എനിക്ക് ഞാൻ പറയില്ല, പാറ്റേൺ നമുക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമുക്ക് പാറ്റേൺ ഉണ്ട്, പാറ്റേൺ വർക്കൗട്ട് ആവണില്ല. എല്ലാ കളിയിലും പാറ്റേൺ നമ്മൾ കാണാറുണ്ടല്ലോ, അതൊരു പാസിംഗും ഇതിലൊക്കെ. എനിവേ അമോറിമിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് ഞാൻ അവിടെ കൊണ്ടുവരാം. we will I think എനിക്ക് പേഴ്സണലി ആകെ പോസിറ്റീവായി തോന്നിയത് കൺസിഡർ ചെയ്തപ്പോഴും സെക്കൻഡ് ഹാഫിലെ ഒരു 20 minutes we looked like a team who wanted to win. മാത്രല്ല വേറൊരു കേസും കൂടി ഉണ്ട്. നമ്മളെ ഫുള്ളാം എവേ ഫിക്സ്ചർ എന്നുള്ളത് ശരിക്കും നമുക്ക് നല്ല ഡിഫിക്കൽട്ട് ഉള്ള സ്ഥലം. അത് നമ്മളങ്ങനെ കണ്ടിന്യൂസ് അവിടെ പോയി എല്ലാ കളി അങ്ങനെ ജയിക്കുന്ന സ്റ്റേഡിയം പല കളി ഡ്രോ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജയിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്ത ശേഷം നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നല്ലോ. തിരിച്ചു വരിക മാത്രമല്ല, ഗോൾ അടിച്ച് ജയിക്കുന്നതിലെത്തി. അവസാനം ലാസ്റ്റ് ഒരു ഗോളില് ഡ്രോ ആയിരുന്നു. acceptable if we had won against Leeds at home. അത് ഒരു കമ്പൗണ്ടിങ് എഫക്റ്റ് വന്നു. അവിടെ ഒരു 1-0 2-0 ജയിച്ചിട്ട് ഇത് ഡ്രോ ആയാൽ
ഓവറോൾ Yeah. നോക്കുമ്പോൾ അവിടെ ദാറ്റ് ലാസ്റ്റ് റിസൾട്ട് ഇസ് ദ വൺ ദാറ്റ് മേഡ് എവറിബഡി ലൈക്ക് 0-0 at home. അല്ല അതും കമ്പൗണ്ടിങ് എഫക്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ട്. കാരണം ഡിസംബർ വി ഡ്രൂ അഗൈൻസ്റ്റ് ലീഡ്സ്, വി ഡ്രൂ അഗൈൻസ്റ്റ് സണ്ടർലാൻഡ്, വി ഡ്രൂ അഗൈൻസ്റ്റ് ലീഡ്സ് അഗൈൻ. 3 relegation 3 promoted teams in a month. പിന്നെ വേറൊരു ഈ പറയുന്നതിൽ അങ്ങനെ കാര്യമില്ല. നമ്മൾ കുറെ അൺലക്കിയാണ്. നമ്മൾ കുറെ കാര്യങ്ങളിൽ ലക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നം. അതില് സ്റ്റാറ്റ്സ് whoscored.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ സ്റ്റാറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ പൊസിഷനുള്ള കീപ്പ് ചെയ്യുന്ന ടീം അത് നമ്മുടെയാണ്. ഏറ്റവും കൂടുതൽ ഗോൾ സ്കോറിംഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്ന ടീം അത് ലിവർപൂളാണ്. അപ്പൊ നമ്മളിതൊന്നും ക്രിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അട്രാക്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്ത് ഗോൾ സ്കോറിംഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മാച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ലക്കിന്റെ പ്രശ്നങ്ങൾ വന്ന കാരണമാണ് കുറെ നമ്മൾ ബാധിച്ചത്. ആക്ച്വലി ഇത് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ഇത് നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്റ്റാറ്റ്സ് പ്രൂവ് ചെയ്യുന്നത്. നമ്മുടെ ഐ ടെസ്റ്റില് അത് ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷെ സ്റ്റാറ്റ്സ് ഷോ ചെയ്യണത് അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് എന്താ പറയാ, ഐ എം നോട്ട്, അതായത് we are in a position where result or top 4 finish wouldn't be a debacle ഈ ഒരു അവസ്ഥയിലായത് കൊണ്ട്. ബട്ട് വി നീഡ് നമ്മുടെ ഇപ്പം സുദീപ് പറഞ്ഞ പോയിന്റ് പോലെയാണ് പ്ലേയേഴ്സ് ചിന്തിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. Like they are actually understanding, okay, manager is trying something, this we are fully behind him. Okay, ചിലപ്പം ഇങ്ങനെ setbacks വരും, but we will get back, and the moment we get it right, we will gonna win matches in a row. But if the players are feeling what fans are feeling, I don't think there is going to be a drastic change in results, because then we are Sudeep പറഞ്ഞ പോലെ then we are looking at basically a set of players who don't believe in what the manager is trying to do. ഇപ്പം അഗെയിൻ ഓബിൻ പറഞ്ഞ പോലെ ഇഫ് ദ മാനേജർ ആൻഡ് ദ ക്ലബ് ആർ ഓൺ ദ സെയിം പേജ്, മാനേജറും ക്ലബും ചിന്തിക്കുന്ന വിഷനിലോട്ട് പ്ലേയേഴ്സ് അല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. എസ്പെഷ്യലി ഇന്ന് നമ്മൾ സലയുടെ ഏജന്റിന്റെ സ്റ്റോറി കണ്ടു. ഇറ്റ് ഈസ് എ ക്ലിയർ ഡയറക്റ്റ് അറ്റാക്ക് അറ്റ് ആർ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആൻഡ് സ്ട്രാറ്റജി നമ്മുടെ എഡ്വേർഡ്സിന്. സോ വി സ്റ്റിൽ ഡോണ്ട് നോ വെദർ സല വിൽ കം ബാക്ക്. There could be, I feel like they are waiting for നമ്മുടെ AFCON to get over, but luckily I think AFCON, if Egypt qualify for final, is after the transfer window closes, അല്ലേ? ഫെബ്രുവരി 2-ാം തീയതി കണ്ടല്ലേ ഫൈനൽ? ട്രാൻസ്ഫർ വിൻഡോ എപ്പോഴാണ്? ഡിസംബർ 19 ഡിസംബർ 19. Okay, അപ്പോൾ definitely give based on that status, I expect some kind of fireworks after the AFCON is over. Anyway, we'll move on to ഇപ്പൊ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, എല്ലാവരും കണ്ടതാണ്. ഇനിയിപ്പോ അതിനെ കുറിച്ച് ഡൈസെക്ട് ചെയ്ത് കാര്യമില്ല. We'll talk about bigger issues like we have done. I think Amorim getting sacked at Manchester United is as relevant news or എന്താ പറയാ ഒരു event for Liverpool and other clubs as much as for United, because Amorim was 3 points away from top 4. Amorim, they were not playing better football, but they were definitely better than last season. They signed few good players, but they couldn't എന്താ പറയാ ആ ഒരു എക്സ്പെക്ടഡ് ജംപ് വന്നില്ല റിസൾട്ടിൽ. Why do you think he was sacked? So again, നീ കുറച്ച് മുന്നേ പറഞ്ഞ റാമി അബ്ബാസ് ഇഷ്യൂ ആൻഡ് മരസ്ക ഇഷ്യൂ, അമോറിം ഇഷ്യൂ ടു സ്ലോട്ട്. പണ്ട് നമുക്കൊരു മാനേജർ എന്ന് പറയുമ്പോൾ 2005, 2006 എൻറ്റയർ 2000 സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാഡ് റാഫെ ബെനിറ്റസ് ആസ് എ മാനേജർ, ജോസെ മൊറിഞ്ഞോ, അലക്സ് ഫെർഗുസൺ, വെങ്ങർ, ഗാർഡിയോല സ്റ്റാർട്ടിങ്.
എങ്ങനെ നോക്കുകയാണെങ്കിൽ ആൻസലോട്ടി, കോണ്ടെ, ദീസ് വർ ദ മാനേജേഴ്സ്. ദേ ഹാവ് എ ക്ലിയർ അതോറിറ്റി. ഞാൻ പറയുന്നത് നടക്കും എന്റെ ടീമിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോകും. ആൻഡ് പീപ്പിൾ യൂസ് ടു ഫിയർ ദാറ്റ്, റൈറ്റ്? ഡയറക്ടർ ഓഫ് ഫുട്ബോൾ അന്നുണ്ട് ഇന്നും ഉണ്ട്. ബട്ട് അന്ന് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്, ദേ ആർ മിയർ ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പ്രൊഫൈലിലുള്ള പ്ലേയേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ദേ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇപ്പം അത് തിരിച്ചാണ്. വി ഫൈൻഡ് ഔട്ട് എ പ്ലേയേഴ്സ്, വി സൈൻ ദം, യു പ്ലേ ദം. അതാണ് നമ്മളിപ്പോ മരസ്കയിൽ കാണുന്നുള്ളത്, അതാണ് ഇപ്പൊ അമോറിയമിലും കാണുന്നുള്ളത്. മരസ്ക പറഞ്ഞത് അറൌണ്ട് ദ സെയിം തിങ്, റൈറ്റ്? എക്ബാലി ടു മച്ച് ഇന്റർഫിയറൻസ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ബട്ട് ഈവൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആരാ എന്ന് വരെ തീരുമാനിക്കുന്ന എക്ബാലിയാണെന്ന് പറയുന്നു. സോ ദെൻ വാട്ട് ഇസ് എ കോച്ച് ഓർ എ മാനേജർ? അമോറിമും പറഞ്ഞു, ഞാൻ എങ്ങനെ കളിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും, ഐ ആം ദ മാനേജർ ഹിയർ. ഇല്ലെങ്കിൽ എന്നെ പുറത്താക്കുന്നത് വരെ ഞാൻ മാനേജറാണ്, ഞാനിവിടെ കോച്ച് അല്ല എന്നുള്ളത്. അത്രയും ഇന്റർഫിയറൻസ് ഇപ്പൊ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഹൂഎവർ ഇറ്റ് ഈസ്, ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്നാണ്, സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നാണ്, വാട്ട് എവർ ദ ഡെസിഗ്നേഷൻ ഈസ്, അത്രയും അവിടെ നിന്ന് ഒരു പ്രഷർ വരുന്നുണ്ട്. ദാറ്റ് വി സൈൻ യു പ്ലേയേഴ്സ്, നിങ്ങളെ പണി അത് കോച്ച് ചെയ്യാൻ മാത്രമാണ്. അപ്പൊ ആ ഒരു സാധനം തന്നെ ഇപ്പോഴും ലിവർപൂളിലും ഉണ്ടോ എന്നുള്ളതാണ് ഈ സല സിറ്റുവേഷനിൽ പുറത്തു വരുന്നുള്ളത്. കാരണം റാമി അബ്ബാസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റ്, ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് സല, സോറി സ്ലോട്ട്. കാരണം സ്ലോട്ട്, സല റിയലി ബാക്ക്ഡ് അപ്പ് സ്ലോട്ട് ലാസ്റ്റ് ഇയർ. ഈ സീസണില് മിക്കവാറും സലാനെ കളിപ്പിക്കണ്ട, അല്ലെങ്കിൽ ലെറ്റ്സ് മൂവ് അവേ ഫ്രം സല എന്നൊരു ഇൻസ്ട്രക്ഷൻ സ്ലോട്ടിന് കിട്ടിയിട്ടുണ്ടാവണം. സോ ആ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൂ ഈസ് എ മാനേജർ എനിമോർ ഇൻ ഫ്യൂച്ചർ? ആർ വി ഗെറ്റിംഗ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ബീങ് ദ ഒരു അമേരിക്കനൈസേഷൻ ഓഫ് ഫുട്ബോൾ ആക്ച്വലി, ഒരു ജനറൽ മാനേജറും ഒരു കോച്ചും എന്ന ലെവലിലേക്ക്. എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഇപ്പം ഒരു മാനേജർ എന്ന രീതിയിൽ അത്രയും പവർ ഹോൾഡ് ചെയ്യുന്ന ഒരേ ഒരാൾ ഗ്ലാസ്നർ ആയിരിക്കും. ഐ തിങ്ക് ഗ്ലാസ്നർ ഹാസ് ദാറ്റ് പവർ ടു, അല്ലെങ്കിൽ ഗേഹി ഡീൽ നടന്നേനെ. കാരണം വേറെ മാനേജറും ഐ ഡോണ്ട് തിങ്ക്, പ്രോബബ്ലി ആർട്ടേറ്റ, ബിക്കോസ് ഓഫ് ദ ലെങ്ത് ഓഫ് the time he's been there, plus he got a sporting director, Berardi അല്ല, sorry, അവരുടെ പേരെന്തായിരുന്നു, that Italian guy, ആർസനലോ? അല്ലേ എഡു പോയല്ലേ? ബെർട്ട അല്ലേ? ബെർട്ട. എനിക്ക് ഫീൽ ചെയ്യണതേ, ഈ പ്രീമിയർ ലീഗില് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും കോച്ച് അല്ലെങ്കിൽ മാനേജേഴ്സ് തമ്മിലുള്ള ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് പ്രീമിയർ ലീഗിലാണ് കാണുന്നത്. മറ്റ് ലീഗുകളിലൊന്നും ഇത്ര തന്നെ കാണുന്നില്ല. പ്രീമിയർ ലീഗിന്റെ മൊത്തത്തിലൊരു ഞാൻ പറയാം, അതിന്റെ പ്രോബ്ലം കോണ്ടിനെന്റില്, അതായത് ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും ജർമ്മനിയിലും പണ്ട് തൊട്ടേ ഈ സിസ്റ്റമാണ്. ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, ദർ ഇസ് എ കോച്ച്. ഇപ്പം ലുക്ക് അറ്റ് റയൽ മാഡ്രിഡില് അവിടെ പെരേസ് ഉണ്ട്. ഇപ്പം ബാർസയിലാണെങ്കിൽ ലപ്പോർട്ട ഉണ്ട്, മറ്റേ ബാർട്ടമേയും ഉണ്ട്, ഹൂഎവർ ഇറ്റ് ഇസ് ഇൻ ചാർജ്. ഇഫ് യു ലുക്ക് അറ്റ് PSG ആണെങ്കിൽ അവിടെ ഉണ്ട്, ഖലീഫ ഉണ്ട്, ആൾക്കാരുണ്ട്. ബയേണിലാണെങ്കിൽ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് മറ്റേ അയാളുടെ പേരെന്താണ്, സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്നത്, അതെ. അപ്പൊ അവിടെ എപ്പോഴും അങ്ങനെയാണ്. ആൻഡ് England traditionally has been a manager-centric club. അതുകൊണ്ടാണ് Ferguson was a big figure, Wenger was a huge figure, Benitez, your Guardiola now. You can Klopp then towards the end he didn't want to work with somebody up high, right? He wanted statements there. അപ്പൊ അത് ഞാൻ അതാ പറഞ്ഞു വന്നത്, ഒരു കൾച്ചർ പ്രശ്നം കൂടി ആയിരിക്കാം ഇത്. ഇവിടെ വരുമ്പോഴേ മാനേജേഴ്സ് ഇവര് നേരത്തെ അറിയാലോ, ഈ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ കീഴിലാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ അറിയാം, അവരൊക്കെ അഗ്രി ചെയ്യണു, അതൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്ന് ഒരു കുറച്ചു കാലം, ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മൊത്തം കൾച്ചർ മനസ്സിലാവുകയാണ്. അപ്പോ ക്ലാഷ് അവിടെ പതുക്കെ വന്നു തുടങ്ങുകയാണ്. അത് ഇല്ലെങ്കിൽ ഇത്രയും ഷോർട്ട് ഒരു പീരീഡിൽ തന്നെ ഇങ്ങനെ ഒരു നിരന്തരം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക.
അങ്ങനെ ഒരു പ്രശ്നം, ഒരു കൾച്ചർ പ്രശ്നം കൂടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയർ ലീഗിന്റെ മൊത്തത്തിലുള്ള ഒരു, കാരണം അതിൽ ഒന്ന് പ്ലേയിങ് സ്റ്റൈൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പ്രീമിയർ ലീഗിന്റെ ഇംഗ്ലണ്ടിലെ പ്ലേയിങ് സ്റ്റൈൽ ഒന്ന്, രണ്ട് മണി ഇൻവോൾവ്, ഒരുപാട് മറ്റ് ലീഗുകളെ അപേക്ഷിച്ച് ഒരുപാട് കാശ് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരുന്നത്. അവിടെ മറ്റേതിൽ നോക്കിയാൽ ബാഴ്സ അല്ലെങ്കിൽ റയലിന് മാത്രം അങ്ങനെ, അല്ലെങ്കിൽ ബയേൺ ടോപ്പ് ക്ലബ്സിന് മാത്രം അങ്ങനെ പ്രശ്നമുള്ളൂ. മറ്റേ സെവിയയിലും വലൻസിയ അങ്ങനെയുള്ള ക്ലബുകളൊന്നും ഈ പ്രശ്നങ്ങളില്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. പക്ഷെ ഇവിടെ ഇതും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് വരിക. ഇപ്പൊ ചില പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന കാര്യങ്ങൾ അവരെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ. കുറച്ചു ദിവസം കളിച്ചു കഴിഞ്ഞാല്, കാരണം ചെൽസിക്ക് ഒരു ഇതുണ്ടല്ലോ, അവര് മേടിക്കും വിൽക്കും, അങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഒരു മോഡലാണ് അവരുടെ മോഡൽ. അതിന് കുറ്റം പറയല്ല, പക്ഷെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലബില് ഇത് വർക്ക്ഔട്ട് ആവാൻ ഒരു പ്രശ്നം വരുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നല്ല പോയിന്റ്. ഇംഗ്ലണ്ടിന്റെ ഒരു കൾച്ചറും ഐ തിങ്ക് ദ വേ ദ മാനേജേഴ്സ് ആർ റിവേർട്ട് ആ ഒരു പ്രോബ്ലം. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ആസ്റ്റൺ വില്ലയില് എംറിക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എംറി വൺ ദാറ്റ് ബാറ്റിൽ. അവിടെയും ഈ ഡയറക്ടർ ഓഫ് ഫുട്ബോളും കോച്ചും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അർട്ടറ്റ ഹാഡ് എ റിഫ്റ്റ് വിത്ത് എഡു ആൻഡ് എഡു ഹാഡ് ടു ലീവ്. അതെ. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ദേ ആർ ട്രൈങ് ടു സാക്ക് എഡു നൗ. കാരണം അവിടുത്തെ മാനേജറിന് അത് പറ്റുന്നില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഐ തിങ്ക് അല്ലെ പ്രീമിയർ ലീഗിൽ. ഈ ഒരു ഐ തിങ്ക് സ്ലോട്ട് ഇപ്പം ആര് എഗ്രി ചെയ്താലില്ലെങ്കിലും ഐ തിങ്ക് സ്ലോട്ട് ഈസ് ഗോയിങ് ത്രൂ ഈഗോ ഓർ എ കൺട്രോൾഡ് പവർ ബാറ്റിൽ അഗെയിൻസ്റ്റ് Hughes and Edwards, because I think these are not the players that he wanted. And the personal opinion, I don't think how far I am not pro slot or I don't എന്താ പറയാ അയാളെ നിർത്തണം എന്ന് ഞാൻ പറയുന്നല്ല. I think we should not sack him mid-season. I think we should have a serious review of the situation in the summer if we get top 4, even if we get top 4. But എനിക്ക് തോന്നുന്നത് ഒരു 250 മില്യൺ രണ്ട് പ്ലേയേഴ്സിൽ ചെലവാക്കുമ്പോൾ അവിടെ മാനേജർ ഹാപ്പി അല്ലെങ്കിൽ, because you could have bought 4 or 5 very high quality players for that money, very very high quality players. But again I think we will leave that to a future discussion. I think നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വീക്കെൻഡിലെ മാച്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അമോറിമിന്റെ ലാസ്റ്റ് മാച്ച് വിത്ത് നമ്മുടെ ലീഡ്സ് it was a very good game and ഞാൻ കണ്ടിരുന്നു ആ മാച്ച്. I really actually good in that. Yes. യുണൈറ്റഡിന് ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്നല്ല. കുറെ സിറ്റേഴ്സ് തന്നെ മിസ്സാക്കിയിട്ടുണ്ട് യുണൈറ്റഡ്. ബട്ട് സ്റ്റിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ടു വാട്ട് ലീഡ്സ് ആർ ഇൻ ദ ടേബിൾ, they played well. ഇപ്പൊ നേരത്തെ പഴയ പോയിന്റിന് ഒന്നും കൂടി വരികയാണ്. സോറി. അതായത് അമോറിം ഡിഡ് നോട്ട് ഗെറ്റ് സാക്ഡ് ബൈ റിസൾട്ട്സ്. അമോറിം ഗോട്ട് സാക്ഡ് ബിക്കോസ് ഹി സ്പോക്ക് അഗെയിൻസ്റ്റ് ദ ബോർഡ്. മരസ്ക ഗോട്ട് സാക്ഡ് ബിക്കോസ് ഹി സ്പോക്ക് അഗെയിൻസ്റ്റ് ദ ബോർഡ്. സ്ലോട്ടിന്റെ കയ്യിലാണ് ഇനി ഇരിക്കുന്നത്. വെദർ ഹി വിൽ സ്പീക്ക് അപ്പ് അബൌട്ട് വാട്ട്, ഐ ഡൗട്ട് ഇറ്റ്. ഐ തിങ്ക് ദാറ്റ് വിൽ സേവ് ഹിസ് ജോബ്. ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് വിൽ സേവ് ഹിസ് ജോബ്. അത് പറഞ്ഞപ്പോഴാണ്, അതായത് അമോറിമിനെ ലാസ്റ്റ് റിസൾട്ട്സ് വെച്ച് സാക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഡിയാലോ ഇല്ല, ബ്രൂണോ ഇല്ല, എംബുമോ ഇല്ല, മസ്റാവി ഇല്ല, പറഞ്ഞു. സോ ഹി ഡസന്റ് ഹാവ് ഒരു ക്വാളിറ്റി. ഹെവൻ ആണ് കളിക്കുന്നത് സെന്റർ ബാക്ക്, മൈനു സമരത്തിലാണ്. അപ്പോ ഇത്രയും പ്രോബ്ലം വെച്ചിട്ടാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. And you could see that in United's performance. ഡോർഗു ആണ് ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ആയിട്ട് പാവം അവർക്ക് ഉള്ളത്. അതും again is a എന്താ പറയാ ഹാഫ് ബാക്ക് പ്ലെയർ. മറ്റു മാച്ച് വി ഷുഡ് ടോക്ക് അബൌട്ട് ദ ലീഗ്. എന്താ പറയാ ലീഗ് ഇലക്ട് എന്ന് പറയാം. ഓൾറെഡി 7 points, 6 points ahead of City. Arsenal, they did not look convincing. They did not look wow, but they got the job done. 2-3 and away at Bournemouth. It's a tough game, and they got the 3 points and did what is necessary to win the league. അല്ലേ? ആർസണൽ കുറച്ച് കളിയായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ആ ഒരു കൺട്രോൾ പോയി, എക്സെപ്റ്റ് ആസ്റ്റൺ വില്ല ഗെയിം.
കാര്യമായിട്ട് കൺട്രോൾ ഇല്ലാത്ത കുറച്ച് കളികളായിരുന്നു. ബട്ട് ദേ ആർ ഗെറ്റിംഗ് ദ റിസൾട്ട്സ്. എങ്ങനെയായാലും കളി ജയിക്കണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് ദാറ്റ് യൂഷ്വലി ഷുഡ് ബി ഫൈൻ. കാരണം എക്സ്പെഷ്യലി ഇപ്പൊ സിറ്റിയും ഇപ്പൊ അടുപ്പിച്ച് 2 കളി ഡ്രോപ്പ് ചെയ്യുന്നു. വില്ല മൈറ്റ് നോട്ട് ഈവൻ ഗോ ദെയർ ടുവേർഡ്സ് ദ എൻഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് ആർസണലിന് ഇറ്റ്സ് ക്ലിയർ, unless they bottle it very much, they should realistically win the Premier League this season. അവിടെയാണ് ശരിക്കും ബോട്ടലിനെ കുറിച്ച് പറയുമ്പോൾ ഐ തിങ്ക് യെസ്റ്റർഡേ മാഞ്ചസ്റ്റർ സിറ്റി ആക്ച്വലി ബോട്ടൽ. They were comfortable throughout the game. They should have won that game by 3 or 4-0. ഇങ്ങനെ പാസ് ചെയ്ത് ഒരു ഫൈനൽ ബോൾ കൊടുക്കാണ്ട് tried too many things, didn't work. Doku came on, did usual things, and in the end എന്താ പറയാ ഈ സിറ്റി ടീമിന് ലീഗ് അടിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഹാലൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ കളിക്കുന്ന കളി ജയിക്കുന്നില്ല, പഴയ ഫോമിലേക്ക് എത്തി. ആ ഇടയ്ക്ക് ഒന്ന് ആ ഫോർഡന്റെ ഒരു പേർപ്പിൾ പാച്ച് ഉണ്ടായിരുന്നു. ആ പേർപ്പിൾ പാച്ച് വന്നപ്പോൾ there are 2 goal scorers. ഒന്നെങ്കിൽ ഹാലൻഡ് അടിക്കും അല്ലെങ്കിൽ ഫോർഡൻ അടിക്കും. ഓക്കെ, 2 ആളുണ്ട്. നൗ വീൽ വിൻ. ആ ഒരു പേർപ്പിൾ മാച്ച് പോയപ്പോ വീണ്ടും ഇറ്റ്സ് ബാക്ക്. ഹാലൻഡ് അടിച്ചാൽ ഞങ്ങൾ കളി ജയിക്കാം. കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ ഫോർഡൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ കുറച്ച് കളി പെട്ടെന്ന് വന്ന് കുറെ ഗോൾ അടിച്ചു, അത് കഴിഞ്ഞ് പിന്നെ സൈലന്റ് ആയി. ഇപ്പൊ അതുപോലെ ഫീൽ ചെയ്യണം. ഇന്നലെ കഴിഞ്ഞ ദിവസം മാച്ചിൽ ഫോർഡൻ ഒരുപാട് അങ്ങനെ ആ പൊസിഷനിൽ എത്തിയിട്ടും ഒട്ടും കമ്പോഷർ ഉണ്ടായിരുന്നില്ല. ഹെഡ് ചെയ്തതായാലും പാസിംഗ് ആയാലും ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഹാലൻഡ് നല്ല ആ പോസ്റ്റിൽ ഇടിച്ചു പോയ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹാലൻഡ് തന്നെയാണ്, ഗോൾ വരും. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റെജിൻസ് വന്ന് ഗോൾ അടിച്ചു, അതുപോലെ എല്ലാവരും അങ്ങനെ എല്ലാ മാച്ചിലും വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് ഏറ്റവും വലിയ സിറ്റിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ വന്നത് ഗോഡിയോളിന്റെ ഇഞ്ചുറിയാണ്. ഗോഡിയോൾ ACL ഇഞ്ചുറിയാണ്. അതെ, അവര് ഏകദേശം കൺഫേം ആണ്, അങ്ങനെ ന്യൂസുകൾ വന്നത്. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കും അവർക്ക്, ഗോഡിയോളിനെ മിസ് ചെയ്യുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഗേഹി അവര് ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഗോസിപ്പുകൾ വരുന്നുണ്ട്. സിറ്റിയുടെ ഈ 6 point ലീഡ് ഇസ് നോട്ട് എ ഹ്യൂജ് ലീഡ് ബിക്കോസ് ഇഫ് സെമന്യോ ക്ലിക്ക് ആയാൽ they will be very difficult to defend because they will have Cherki, Reinders, Semenyo, Foden, Haaland. So we'll have to see. The league is only half done. You don't know what is Inipo Veramo Arilla, but it looks like Arsenal are in charge unless they have Havertz coming back. So Gyökeres and the place very soon will go to Havertz. ഇപ്പോ ഞാനൊരു 3-4 പോഡ്കാസ്റ്റ് പറഞ്ഞ ഒരു ലീഗിന്റെ ത്രില്ലില്ലായ്മ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് റിസൾട്ട് ഓഫ് ദ വീക്കെൻഡ് ഹാസ് ബീൻ വോൾവ്സ് ബീറ്റിംഗ് വെസ്റ്റ് ഹാം. കംഫർട്ടബിളി വിന്നിംഗ്. ഒരു സർപ്രൈസ് റിസൾട്ട് ആയി പോയി. എന്തായിരിക്കും ഇതോടെ വെസ്റ്റ് ഹാമിന്റെ കാര്യം തീരുമാനമായി എന്ന് തോന്നുന്നുണ്ടല്ലേ? വെസ്റ്റ് ഹാം റെലിഗേഷൻ പ്ലീസിലേക്ക് പോയി. ഇട്ട് കൊടുത്താൽ നമുക്ക് ചിലപ്പം ഒരു ഫോർവേഡ് ആയിട്ട് ആ പാവം വന്ന് കളിച്ചോളും. കെവിൻ നോബിൾ പോലെ തിരിച്ച് ഞാൻ എവിടെ വെസ്റ്റ് ഹാം എവിടെ പോകുന്നു ഞാൻ അവിടെ പോകുന്നു എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ റെലിഗേഷൻ ബാറ്റിൽ ആക്ച്വലി ഇസ് നൗ ഗെറ്റിംഗ് സ്പൈസ്ഡ് അപ്പ് ബിക്കോസ് ടോട്ടനം എന്നല്ല, നോട്ടിംഗ്ഹാം ഇസ് ട്രൈയിങ് വെരി മച്ച്. ട്രൈയിങ് ഹാർഡ് ടു ഗെറ്റ് റെലിഗേറ്റഡ് അല്ലേ? അതെ, കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഈ ഇപ്പം ലാസ്റ്റ് ഒരു ഡിസംബർ തൊട്ടുള്ള ഒരു എന്റെ പേഴ്സണൽ ഡിസപ്പോയിന്റ്മെന്റ് റിഗാർഡ്ലെസ് ഓഫ് ലിവർപൂൾ is actually the clubs that we thought were going to do really well are completely fallen apart. Your Bournemouth, your Palace, Crystal Palace, yeah, and you could say in a way Everton also is struggling. Everton, it was always there. Moyes in the first half of the season, it was quarter of a season, കാര്യമായിട്ട് കളിക്കും, ഗെറ്റ് ദ പോയിന്റ്സ്, പിന്നെ അങ്ങോട്ട് 40ലേക്ക് എത്താനുള്ള ഒരു പുഷ്. സ്പേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കുറെ നാളായി. എന്റെ ലിസ്റ്റിൽ പണി തെറിക്കാനുള്ള അടുത്ത ആള് തോമസ് ഫ്രാങ്ക് ആണ്.
ന്യൂ കാസിലെ എഡി ഹോവ് ഉണ്ട്, പലരും ഇങ്ങനെ പടി പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ. Eddie Howe recent results are good actually. I mean somehow winning it kind of things. ഇപ്പൊ ടോപ്പ് ഹാഫിലേക്ക് എത്തി, 8th or 9th അങ്ങനെ എത്തിയില്ലേ. അങ്ങനെ ഒരു സമയം ഉണ്ട് അവർക്ക്, ഉടനെ അടുത്ത കളി 2 തൂക്കും. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോ മേർഫി ഇഞ്ചുറി ആയിട്ട്, മേർഫിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നു, വീണ്ടും അവിടെ ഫ്രണ്ട് പ്രശ്നം. പിന്നെ വിസ വന്ന് ഗോൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിസ വന്നത് വലിയ ഒരു മെച്ചമായി അവർക്ക്. വോൾട്ട്മേഡ് ഇപ്പോ ബെഞ്ചിലാണ് ഇരിക്കുന്നത് മിക്കവാറും ഒക്കെ. എനിവേ ഐ തിങ്ക് ഓവറോൾ the league is, നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ the league is shaping up. It's top 3 ഉണ്ട് പ്രോപ്പർ. ഇപ്പം സിറ്റി ആൻഡ് ആസ്റ്റൺ വില്ല ആർ ദ സെയിം പോയിന്റ്സ്, ആൻഡ് ആസ്റ്റൺ വില്ല won comfortably this weekend. പിന്നെ ഉള്ളത് 4th പൊസിഷനിലേക്കുള്ള ടീംസ് ആണ്. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ സ്ലോ സൈക്കിൾ റേസ്. ആരാണ് ഏറ്റവും മെല്ലെ, അതായത് ആർക്കും വേണ്ട, അപ്പോൾ അവര് ഡ്രോ ആവുന്നു, നമ്മൾ ഡ്രോ ആവുന്നു, അവര് ഡ്രോ ആവുന്നു, നമ്മൾ ഡ്രോ ആവുന്നു. അപ്പോൾ അതങ്ങനെ പോകുന്നു. On that note, I think we can talk about our Arsenal game this weekend. അത് അധികം പറയാനൊന്നുമില്ല. Away at Emirates, even though we are not in a title race, I think we can, എന്താ പറയാ, we can put upset doubts. Yeah, അതെ, we can put clear doubts in the minds of people, but it's a very very tough game. Away at Emirates ആണ്. They are on top of their game, result-wise at least, and Arteta must be extremely happy with managers losing jobs here and there. What team would you start? Again, ഇതൊരു ഓപ്ഷൻ അല്ല, ഇത് ഡിബേറ്റബിൾ ഓപ്ഷൻ അല്ല. നടക്കുന്ന ആരുണ്ടോ അവര് കളിക്കുന്നു. Anyways, Alisson would play, Bradley, Konate, Van Dijk, probably Robertson. ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, അവിടെ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ സ്വിച്ച് ചെയ്യാൻ. ഗ്രാവൻബെർച്ച്, സൊബോസ്ലൈ, മെക്കാലിസ്റ്റർ, വേർഡ്സ്, 4-4-8. If Ekitike is fit, he plays. Ekitike കളിക്കൂല. ഗാക്പോ കഴിഞ്ഞില്ലേ, എല്ലാരും പറഞ്ഞില്ല, ഇതൊക്കെ തന്നെ. എനിക്ക് അല്ല വ്യത്യാസമുള്ളത്, എനിക്ക് എന്റെ ഫീലിംഗ് ഫ്രിംഗ്പോങ് സ്റ്റാർട്ട് ചെയ്യും, ബ്രാഡ്ലി ആവില്ല സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് സാധ്യത അതാണ്, സാധ്യത കുറവാണ്. ആദ്യ ഓപ്ഷൻ നമുക്കതാണ് റൈറ്റ് ബാക്കിൽ. മാച്ചില് ഐ തിങ്ക് ഫ്രിംഗ്പോങ് has 3 assists or something അല്ലേ? അതെ അതെ അതെ. ഫ്രിംഗ്പോങ് കഴിഞ്ഞ മാച്ച് അധികം കളിച്ചില്ലല്ലോ, അപ്പൊ ബ്രാഡ്ലിക്കാണ് ഇനി മിനിറ്റ്സ് കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ബ്രാഡ്ലിയാണ് ഫസ്റ്റ് സബ്. അതെ, ബ്രാഡ്ലി സബ് ഉണ്ടാവും. Ekitike will play. എന്റെ ഒരു ഹഞ്ച്, he was rested because he was rested. പക്ഷെ പോസ്റ്റ് മാച്ചിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, we thought to have him on a bench but the results were not good, not looking good, or it was more than what we feared എന്നാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പം ഇത് റിസ്ക് എടുത്താൽ, കാരണം ഇത് പോയിട്ട് വേറെ ഹാംസ്ട്രിങ് നല്ലോണം എന്താ പറയാ ഹയർ റേറ്റിലേക്ക് വന്നാല്, then we don't have anybody for a long time. എന്തായാലും ആർസണൽ കളിയാണ്, അവർ സെറ്റ് പീസ് അടിക്കും, അവർ ഗോൾ അടിക്കും. And I think that will be our biggest challenge this match. Set piece will be tested. പുതിയ സെറ്റ് പീസ് കോച്ച് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്ലോട്ടറിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ സെറ്റ് പീസസ് were better in the last 2 games. You can have to say that there was less ഇത്. But again, our last goal was clearly nobody were closing down. Game management വലിയ പ്രശ്നം അതിലേക്ക്. ഒരു 3 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 points ആയിരുന്നു. എനിവേ, അതർ ഗെയിംസ്, ആർസണൽ മാച്ചിനെ കുറിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ. വേറെ ഒരു കാര്യം കൂടി, നമ്മുടെ ഒരു കാര്യം വിട്ടു വരും. നമ്മുടെ ആർസണൽ 2-3 ഫാൻസ് നമ്മുടെ പോഡ്കാസ്റ്റ് സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട്, അവര് കമന്റ് ചെയ്യാറുണ്ട്. അവര് ഇതൊക്കെ ആയിരിക്കും നോക്കണത്, നമ്മള് എന്താ പ്രഡിക്ഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ്. എമിറേറ്റ്സിലല്ലേ? ആസ് എ ലിവർപൂൾ ഫാൻ, ഓക്കേ, 1-1. Arsenal win this, probably a 1-2 അല്ല 2-1. 2-1. Arsenal. ഞാനും
ഞാൻ ഡ്രോ തന്നെയാ പറയണേ. ഡ്രോ വരാനുള്ള സാധ്യത. ചിലപ്പോ നമ്മൾ ലാസ്റ്റ് ഒരു മിനിറ്റ് ഗോൾ അടിച്ച് ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഒരു 2-2 അല്ലെങ്കിൽ 1-1 പറഞ്ഞ സ്കോറിനുള്ള ഒരു ഡ്രോ തന്നെയാണ് ഒരു ചാൻസ്. ആർസനൽ ഇപ്പൊ ഗോൾ കൺസീഡ് nil is also possible if we do well on set piece. also possible, അവർക്ക് ഒരു സെറ്റ് പീസ് എന്തായാലും വരും. സെറ്റ് പീസ് ഗോൾ അവര് അടിക്കും. പക്ഷെ നമ്മൾ കുറക്കാലായിട്ട് സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. നമ്മള് സെറ്റ് പീസ് അടിക്കണമില്ല, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യണമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. Anyway, we'll look at other games ഈ വീക്കെൻഡ്. നിങ്ങളുടെ ഒരു ആർസണൽ ഫാൻസ് കണ്ടെങ്കിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങളുടെ പ്രഡിക്ഷൻ ഇടുക. നമ്മുടെ ഫാൻസും എല്ലാവരും എത്ര പേര് നമ്മള് തോൽക്കുന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നു നോക്കട്ടെ. നിങ്ങളും കാണുന്ന ഒരു കമന്റ് ചെയ്യും. പിന്നെ ഉള്ളത് ഈ വീക്കെൻഡ് ഗുഡ് മാച്ച് എന്ന് പറയാനുള്ളത് ഫുൾഹാം ചെൽസിയാണ്. ഒരു ഡാബിയാണത്. യൂഷ്വലി ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള മാച്ചാണ്. ബോൺമത്ത് ആർ പ്ലേയിങ് അവേ അറ്റ് ഹോം ഫോർ സ്പേഴ്സ്. ഞാൻ ടോപ്പ് 4 ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാൻ യുണൈറ്റഡ് അവേ അറ്റ് ബേൺലി, സിറ്റി ബ്രൈറ്റൺ, പാലസ് വില്ല. Palace has to pick up some points now. They are losing a lot of games. Alle Villa would be a wrong time for them now. അതെ. ഈ പാലസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് സെയിം ടീമാണ് കളിച്ചുകൊണ്ടിരുന്നത്. പ്രോപ്പർ ഒരു സ്റ്റാർട്ടിംഗ് ലെവൻ അങ്ങനെ. പക്ഷെ അവർക്ക് ഈ ഒന്ന് ആഫ്കോൺ വന്നു, 2 മുനിയോസ് ഇഞ്ചുറി ആയി. അതോടുകൂടി അവരുടെ ആ ഒരു ഫുൾ ഇതങ്ങ് പോയി സിസ്റ്റം. ബ്രഡൻ ജോൺസൺ വന്നിട്ടുണ്ട്. ആ ഒരു ബംപ് ഉണ്ടാവും. ഹി ഈസ് എ വെരി ഗുഡ് പ്ലെയർ. ഐ ലൈക്ക് ഹിം. ഓക്കേ, ഐ തിങ്ക് we talked about a lot of topics. റാപ്പ് ചെയ്യുമ്പോൾ സല 19-ാം തീയതി ഫൈനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം റൈറ്റ് നൗ ദർ ഇസ് എ ഗെയിം ഗോയിങ് ഓൺ. അവർ എക്സ്ട്രാ ടൈമിൽ എത്തിയിട്ടുണ്ട്. 1-1 ആൻഡ് എക്സ്ട്രാ ടൈം. അധികം അങ്ങോട്ടേക്ക് എത്തുന്നുള്ള ഗ്യാരണ്ടി ഒന്നും കാണുന്നില്ല. ഞാൻ ആ കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇറങ്ങുമ്പോഴേക്കും തീരുമാനമാവും മിക്കവാറും. എനിവേ ഐ നോ ദ ഫാൻ ബേസ് മൊത്തം ഡൗൺ ആണ്. ഡൗൺ ആയവർക്ക് കാരണങ്ങളുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഐ തിങ്ക് ഫാൻസ് ഷുഡ് ബി ലിറ്റിൽ ബിറ്റ് മോർ പേഷ്യന്റ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് ദാറ്റ്. കാരണം sometimes it's tough അല്ലേ? ഒരു കാര്യം കൂടി, നമ്മളിപ്പോ യൂഷ്വലി we are in a transfer window, right? Summer transfer window, people are usually excited about what new players comes in. ഇന്നാര് വരും, ഇന്ന പ്ലെയറിനെ സൈൻ ചെയ്യും. There's a high chance that at least 7 new managers will be required this summer. അമോറിം ഇല്ല, മെറസ്ക ഇല്ല, ഫ്രാങ്ക് പോവാൻ ചാൻസ് ഉണ്ട്. സ്ലോട്ടും if this whatever either a fixture, I mean form issue, January has 8 games or something. So January end ആവുമ്പോഴേക്കും ഏകദേശം എല്ലാം കൂടി തീരുമാനമാവും. പിന്നെ ടോട്ടനം ഞാൻ പറഞ്ഞു, നോട്ടിംഗ്ഹാം might have a change, West Ham might have a change. അർട്ടേറ്റ അല്ലാണ്ട് ബാക്കി ആൻഡ് ഉനായ് എമറി അല്ലാണ്ട് City might have a change. സിറ്റി നെക്സ്റ്റ് ഗെയിം ഐ തിങ്ക് ഈജിപ്റ്റ് ജസ്റ്റ് സ്കോർഡ് അല്ലേ? യെസ്, ആരടിച്ചത്? It doesn't matter. ഇറങ്ങുമ്പോഴേക്കും അതൊക്കെ തീരുമാനം. Anyway, I think we can wrap now. It's been long. We'll be back on Friday after the Arsenal game. Hopefully അത് ചിരിച്ചോണ്ടാണെങ്കിൽ it will be epic. കരഞ്ഞുകൊണ്ടാവരുത്. ഗണേശൻ വരും ആർസണൽ ഗെയിം കഴിഞ്ഞിട്ട്. ഗണേശൻ എന്ന് തിരക്കായി പോയതുകൊണ്ടാണ്. Ajmal is also waiting on the lines. He will be back. So at the end of the storm, let's hope there is a golden sky. Bye bye. Yeah. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.